പ്രിയ വധുവരന്മാരെ, ഇന്ന് പകൽക്കാല ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം അവരെ കർത്താവ് ശാരീരികമായി മാനസികമായിട്ട് എല്ലാ നിലയിൽ ദൈവം ശക്തീകരിച്ച് അവിടെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യം പകരണമേ. എല്ലാം തികഞ്ഞ ദൈവാശ്രയത്തിൽ ദൈവകൃപയിൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാലാവസ്ഥ പ്രകൃതിയെ ഞങ്ങൾക്കെല്ലാം അനുകൂലമാക്കി തരണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമൃദ്ധനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളുമേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചവേളയാകുന്നു. ജാതികൾ നിന്റെ കീഴെ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലഭാഗത്ത് രാജ്ഞി ഓബീർ ധങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. നിന്റെ സ്വജനത്തെയും നിന്റെ പ്രഥോവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരായി ആക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും.
അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രിയ മകന് വേണ്ടി കർത്താവേ ഹല്ലേലൂയ. ആ വാസ്തവമായി ദൈവം ഒരുക്കുന്ന മണവാട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മോൾക്ക് വേണ്ടി ഒരുക്കുന്ന മണവാളനായി പ്രാർത്ഥിക്കുന്നു. ഒരു ബോബസിന് വേണ്ടി രൂത്തിനെ കരുതിയത് പോലെ, അബ്രഹാമിന് സാറായി കരുതിയത് പോലെ സർവശക്തനായ ദൈവം തന്റെ മക്കളെ മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ആ കർത്താവേ എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേ അവരെ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നത്തെ പകൽക്കാല ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണമേ. കാലാവസ്ഥ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ശാന്തമായി ഉചിതമായി നടക്കുവാൻ സർവശക്തനായ ദൈവം വഴിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഐശ്വര്യത്തോട് നന്മയോടെ ആയിരിക്കാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായിരിക്കട്ടെ കർത്താവേ. സ്വർഗം പ്രവർത്തിക്കും. പരിശുദ്ധ നിയന്ത്രിച്ചുകൊണ്ടും സകലതും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രശസ്തനായ ദൈവം കഴിഞ്ഞ ദിനങ്ങളിൽ ഇതേ നിമിഷം വരെയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ട എല്ലാവരെയും കൃപയാൽ ആയിരുന്നിടത്ത് കാക്കുകയും ഇന്ന് പകൽക്കാലം ഈ മകനീയമേറിയ ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്ക് ഇരുവരുടെയും മാതാപിതാക്കൾക്കൊക്കെ ആയിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു ആരാധനയിൽ എങ്ങനെയിരിക്കുമോ അതേ നിലവാരത്തിൽ സ്ത്രീകൾ തലയിൽ തുണിയൊക്കെ ഇട്ട് ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ഇരിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാൽ തന്നുള്ള ശുശ്രൂഷകൾ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരുവാനിടയാകും. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗണം തന്നെയുണ്ട്. നമ്മുടെ വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷിബു മാത്യു അവറുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പ്രിയ വരനായ ശാലുകുമാർ, തൻ്റെ പിതാവ്, മാതാ, പ്രിയപ്പെട്ടവര് ആരാധിക്കുന്ന ചെമ്പൂർ ന്യൂ ഇന്ത്യ ചർച്ച് ഗോഡ് സഭയിലെ ശുശ്രൂഷകനാണ്. ജോർജ് തോമസ് അവറുകളാണ്. അദ്ദേഹം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമായിരിക്കും വരൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു 10 മിനിറ്റ് ദൈവദിനം സംസാരിക്കാൻ ഇടയാകുന്നത്. ആ കർത്താവിന്റെ ദാസന് പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷമായിരിക്കുന്ന ചെമ്പൂർ ന്യൂ ഇന്ത്യ സഭയിലെ അസിസ്റ്റന്റ് ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ അലക്സ്, തകരുകോണ മിഷൻ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിദാസൻ യേശുദാസ് അവർകൾ, ഞങ്ങളുടെ ഈ എബനേസർ മിഷൻ വലിയ വഴി സഭയിലെ സജീവ അംഗമാണ്. പ്രിയ ബെൽസിയുടെ പിതാവ്, മാതാവിൻ്റെ പപ്പ, അമ്മ, ഇവരൊക്കെ ഈ സഭയിൽ സജീവമായിട്ട് സഭയുടെ സകല പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന കുടുംബമാണ്. പ്രിയ മകളുടെ ജനനം മുതലേ ഒരു ക്രിസ്തീയ ആത്മീയ പെന്തക്കോസ് അനുഭവത്തിൽ തന്നെ ജനിച്ച് അങ്ങനെ തന്നെ വളർത്തപ്പെടുവാനും അതോടൊപ്പം സൺഡേ സ്കൂൾ, സഭയുടെ CA, സഭയുടെ എല്ലാ കാര്യങ്ങളിലും പ്രിയ ബെൻസിക്ക് ആകുന്നിടത്തോളം ദൈവിക കാര്യങ്ങളിൽ ശക്തമായിട്ട് പ്രയോജനപ്പെട്ട പ്രിയ മകളാണ്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഭാവി ജീവിതം കർത്താവ് നൽകുന്നതിനെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില നാളുകളായിട്ട് സഭ തൻ്റെ ബെൻസിയുടെ പിതാവ്, മാതാവ്, പ്രിയപ്പെട്ടവരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം മനുഷ്യനേകനായിരിക്കുന്നതല്ല, ഞാൻ അവരെ തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള തിരുവചന പ്രകാരം പ്രിയപ്പെട്ട ഇരുവർക്കും തക്ക തുണയായിട്ടിരിപ്പാൻ ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതിനെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ബെൻസിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിനപ്പുറം പറയുവാൻ ശാലുകുമാർ ആരാധിക്കുന്ന ചെമ്പൂർ ന്യൂ ഇന്ത്യ സഭയിൽ ശുശ്രൂഷകനായ ശിവമാത്യു അവർക്ക് ചിലർക്ക് പറയുവാനുണ്ടാകും. തുടർന്ന് ഞാൻ ആ കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസന് ഒരു 5 മിനിറ്റ് സമയം ഞാൻ നൽകുകയാണ്. പ്രിയ ശാലുകുമാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് 1-2 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഇവിടെ വിവാഹ ശുശ്രൂഷയ്ക്ക് സഹായമാകുന്ന 1-2 കാര്യങ്ങൾ എല്ലാം കൂടെ 5 മിനിറ്റ് സമയം ഞാൻ ബഹുമാനപ്പെട്ട പ്രിയ ശിവമാത്യു പാസ്റ്റർക്ക് നൽകിക്കൊണ്ട് വളരെ ആദരവോടുകൂടെ പ്രിയ ശിവമാത്യു പാസ്റ്റർ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥികൾ അവരാണല്ലോ. പ്രിയപ്പെട്ടവർ, ഇരു കുടുംബങ്ങളെ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സാക്ഷക്കാർ ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ സമയങ്ങൾ പരിമിതമാകിയാലും കാലാവസ്ഥയും ക്രമീകരണങ്ങളും ഒക്കെ വേഗത്തിൽ നടക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടും ആശ്രയിക്ക് നൽകിയ സമയത്ത് ഞാൻ അത് പൂർണ്ണ ബഹുമാനത്തോടെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന വാക്കുകൾക്ക് ദീർഘം ഇടാതെ ഷാലോനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞ് വേഗത്തിൽ ദിവസം ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചെമ്പൂർ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പ്രൈസ് സിറ്റി സഭയുടെ അനുഗ്രഹീത കുടുംബങ്ങളിലൊന്നായ കളിമോട് സുബിരാലനെയും അനന്ത ചേച്ചിയുടെയും 2 മക്കളെ ദൈവദാനമായി കൊടുത്ത പ്രിയ
ഷാലുവിൻ്റെ വിവാഹത്തിലേക്ക് ഇന്ന് പകൽ ആ കുടുംബം ആകുമ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും സഭയായി പങ്കുചേരുന്നു. കർത്താവ് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ആശീർവാദങ്ങളും അവർ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ഷാലുവിൻ്റെ സഹോദരി സൗമ്യ കർത്താവിനെ ആരാധിക്കുന്ന ബാംഗ്ലൂർ IPC ചർച്ചിൻ്റെ പാസ്റ്റർ ജോർജ് തോമസ് അവർ കുടുംബമായി നമ്മുടെ നടുവിൽ ഇന്ന് പകലുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്തൃദാസന് സമയം കൊടുക്കേണ്ടതുള്ളതുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുകയാണ്. എല്ലാവിധമായ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും ഭൂമിയുടെ പുഷ്ടിയും വാത്സല്യ കുഞ്ഞുങ്ങൾ ദൈവം നൽകട്ടെ. പ്രിയ ബെൻസി ഞങ്ങൾക്ക് പരിചിതയായ ഒരു കുഞ്ഞാണ്. അവർ ഒരുമിച്ചുള്ള ആ ജീവിതം ദൈവത്താൽ എല്ലാ നിലകളിലും അനുഗ്രഹമാകുവാൻ സർവശക്തനായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിന്റെ ദിവസം കുഞ്ഞെ, ഇന്ന് നാം സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദിവസമാണ്. വിശേഷിച്ച് ഷാലുവിൻ്റെ മാതാപിതാക്കന്മാർ, ബെൻസിൻ്റെ മാതാപിതാക്കന്മാർ, ദൈവസഭ, ദൈവദാസന്മാർ, നമുക്കൊക്കെ സന്തോഷമുള്ളത് അല്ലേ? എല്ലാവരും വായി കൂട്ടിയിരിക്കരുത്. സന്തോഷമുള്ളവരെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന പക്ഷ അജികുമാർ, ഇന്ന് വിവാഹ ശുശ്രൂഷ നടത്തുവാനായി ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്നതായ പക്ഷ ജോഷുവ നെൽസൺ, അതോടൊപ്പം തന്നെ ഇന്നത്തെ വരൻ ഷാലുകുമാർ ഏകദേശം 3 വർഷത്തോളമായി ഞങ്ങൾക്ക് പരിചയമുണ്ട്. തൻ്റെ സഹോദരിയും കുടുംബവും സൗമ്യയും ഷൈജു ഞങ്ങളോടൊപ്പമാണ് ബാംഗ്ലൂർ ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെയാണ് ഈ കുടുംബത്തെ പരിചയപ്പെടുവാനിട വരുന്നു. അവരുടെ മാതാപിതാക്കന്മാർ സെൽവരാജും അതോടൊപ്പം തന്നെ അനിത, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ട അന്ന് മുതൽ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആ കുടുംബത്തിനായി സ്തോത്രം. അവരുടെ മകൻ്റെ വിവാഹത്തിൽ സംബന്ധിക്കാനാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അങ്ങ് ദൂരെ ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നത്. കടന്നു വരുവാൻ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് കടന്നു വരുവാൻ, ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പലരും ഞങ്ങളുടെ സഭയിൽ ആരാധിക്കുന്നുണ്ട്. ഷൈജു ഉണ്ട്, ശോഭനൻ്റെയും വത്സലയുടെയും മകൻ ഷൈജു ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു. എബി റഞ്ചി കുടുംബം ദൈവത്തോടൊപ്പം ആരാധിക്കുന്നു. ദിവ്യ അനീഷ കുടുംബം ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു. അവരുടെ ബന്ധുമിത്രാദികളൊക്കെയാണല്ലോ ഇവിടെ ഉള്ളത്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സഭയെ ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ള പാസ്റ്റർ ഷിബു മാത്യു കുടുംബം, അദ്ദേഹത്തിൻ്റെ സമയമായി എനിക്ക് വിട്ടു തന്നത്. ഞാൻ അതേ ദിവസം കൊണ്ട് വളരെ നന്ദി പറയുകയാണ്. അതെ, സ്തോത്രം. ആകിയാൽ ദൈവം നമ്മെ മാനിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ അവിടെ വിവാഹത്തിനെന്ന് പറഞ്ഞാൽ മിനിമം 2.5 മണിക്കൂർ വിവാഹ ശുശ്രൂഷ. ഇവിടെ ഞാൻ കേട്ട് 1 മണിക്കൂറാണ്. അത് ഞങ്ങൾ സന്തോഷമുണ്ട്. വേഗം തീരും, വേഗം കടന്നു പോകാമല്ലോ. എന്നാൽ ഷലു ഞാനൊരു കാര്യം പറയട്ടെ, ഈ തിരക്കുകളൊക്കെ മാറും. അവസാനം ജീവിതത്തിന്റെ തിരക്കിലേക്ക് നിങ്ങൾ വരും. എന്നാലും ഞങ്ങളാരും കാണത്തില്ല. ഇന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സാരു അലുമിനിയം ഫാബ്രിക്കേഷൻ, ഈ അലുമിനിയത്തിന്റെ കുഴപ്പം എന്താ പറയാമോ? പെട്ടെന്ന് ചൂടാകും, അതുപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതായി അലുമിനിയം പാത്രമൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് അങ്ങനെയാണ്. ഇവിടുത്തെ അറിയത്തില്ല, ഇവിടെ മൺചട്ടിയാണോ സ്റ്റീലാണോ അലുമിനിയത്തിൽ വെള്ളം വെച്ച് അങ്ങോട്ട് മാറി ഉടനെ എന്ത് ചെയ്യും? ചൂടാകും. പെട്ടെന്ന് കടി കിട്ടണം, പെട്ടെന്ന് ചൂടാകും. എന്നാൽ ഒന്ന് സിമ്മിലോട്ടാക്കിയാലോ, അതുമായിട്ടുള്ള ബന്ധമാണ് എനിക്കറിയത്തില്ല. അത് ബെൻസി അലുമിനിയം ആയിട്ടാ പണി. പെട്ടെന്ന് എങ്ങാനും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓർത്തോളും പെട്ടെന്ന് തണുക്കും. ഓക്കെ, ദൈവജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, സകലേ കുടുംബ ജീവിതത്തിലായിരിക്കുന്നവരല്ലേ? എന്നൊക്കെ പ്രായവും പക്വതയുള്ള ദൈവാസമൊക്കെ കൊണ്ട് 50 വർഷമായി കാണും, 60 വർഷമായി കാണും. അവിടെ നരച്ച താടിയുള്ള മനുഷ്യനൊക്കെ ഇരിക്കുന്ന കണ്ട അല്ലേ? എത്ര വർഷമായി കാണും കല്യാണം കഴിഞ്ഞിട്ടല്ലേ? ഒന്ന് ആരും ചോദിക്കേ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു. വിവാഹം എന്ന് പറയുന്ന പദം ഒരു സംസ്കൃത പദമാണ്. വിശേഷാൽ വഹിക്കുക എന്ന പദത്തിന്റെ അർത്ഥം വിവാഹം വഹുന്ന ആ പദം എന്ന് പറഞ്ഞാൽ വിശേഷമായി വഹിക്കണം. ആരാരെ വഹിക്കണം? 2 പേരും വഹിക്കണം എന്ന് പറഞ്ഞാൽ കൊട്ടയ്ക്കകത്ത് കയറ്റി തലയിൽ വെച്ചോണ്ട് നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്. ജീവിതത്തിന്റെ ഇതുവരെ കാണാത്തതായ മുഖങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് കാല് വെച്ച് തുടങ്ങുകയാണ്. നമ്മൾ
വിട്ടിട്ട് ലോകമാവുന്ന സമുദ്രത്തിലോട്ട് അവരെ ഇറക്കി വിടുകയാണ്. മക്കളെ ധൈര്യമായിട്ട് വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവം തമ്പുരാൻ ഇവരോട് കൂടെ ഇരിക്കട്ടെ. വഹിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ, ക്ഷമിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ, കരുതേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ ശാലു നീ ഒരു നല്ല ഭർത്താവായിരിക്കണം. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, എന്റെ അപ്പനും അമ്മയും കൂടി എന്നെ കെട്ടിച്ചതാന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങാനും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയി ചോറുണ്ട് വെച്ച് കല്യാണം കഴിക്കാനങ്ങ് പോകാം. അല്ലെ? ആരെന്തെങ്കിലും നിർബന്ധത്താലാണ് ഇവിടെ വന്നിരിക്കുന്നതാണോ? അല്ല. ബെൻസി, എനിക്കിതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നോട് എന്റെ അപ്പനും അമ്മ പറഞ്ഞല്ലോ, വെറുതെ നടന്നേ, എന്നെ പിടിച്ച് കെട്ടിച്ചല്ലോ. ഇതുപോലെ ഞാൻ ചോദിച്ചതാണോ എന്ന് പറയാൻ എങ്ങാനും മനസ്സിന്റെ അകത്ത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ ഇപ്പൊ പറയണം. പന്തലിട്ടതോ കഞ്ഞി വെച്ചതോ അതൊക്കെ പോട്ടെ, നിങ്ങൾ തമ്മിലുള്ള ജീവിതമാണ് അതിനേക്കാൾ. എത്രയോ കുടുംബങ്ങളാ തകരുന്നത് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്, ലക്ഷക്കണക്കിന് രൂപയുടെ സാരി, ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ആർഭാടമായിട്ട് നടത്തിയത് രാവിലെ ഉറച്ച് വൈകുന്നേരം നടത്തി, പിറ്റേ ദിവസം ഡൈവേഴ്സ് ആവുന്ന എത്രയോ വിവാഹം. കണ്ണുനീരുകൾ വർദ്ധിക്കുന്ന കാലമാണ്, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന കാലമാണ്. എന്നാൽ അവിടെ രണ്ടുപേരും വഹിച്ച് സ്നേഹിച്ച് കരുതി ജീവിക്കാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. സമയം എന്റെ തീരുന്നത് കൊണ്ട് ഒരു വാക്യം ഞങ്ങൾക്കൊരു വായിക്കാം. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 4, 5, 6 വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അടുത്ത വാക്യം: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാകട്ടെ. അത് കഴിഞ്ഞിട്ടൊരു വാക്യം, അവിടെ ഒരു വാഗ്ദത്ത വാക്യമാണ്. അത് ഞാൻ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതലുള്ള ജീവിതം എങ്ങനെയായി തീരുമെന്ന് പറയുമ്പോൾ വിവാഹത്തെ കുറിച്ച് ആധികാരികമായി പറയുവാൻ നടത്തുന്ന ശുശ്രൂഷ ചെയ്യുമല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് പറയുന്നൊരു വാക്യമുണ്ട്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വിവാഹത്തിന് ശേഷം നൽകിയിരിക്കുന്നൊരു വാഗ്ദത്ത വചനമാണത്. ശാലു അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയാണ്. ഇനി നിന്റെ സ്വന്തം ഇഷ്ടമല്ല, ഇനി നിന്റെ സ്വന്തം ആഗ്രഹമല്ല. തോന്നുമ്പോൾ വരാമായിരുന്നു, തോന്നുമ്പോൾ പോകാമായിരുന്നു, ഇഷ്ടമുള്ളത് കഴിക്കാമായിരുന്നു, ഇഷ്ടമുള്ളത് ധരിക്കാമായിരുന്നു, ആരോടൊപ്പം വേണമെങ്കിലൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാമായിരുന്നു. ഇനി താമസിച്ചാൽ ചോദിക്കാൻ ഒരാളുണ്ട്. എവിടായിരുന്നു അച്ചായ ഇത്രയും നാൾ? ഇവിടത്തെ വിളി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അണ്ണനാണോ ചേട്ടനാണോ, എന്തായാലും പേര് വിളിക്കരുത് കുഞ്ഞെ, പേര് വിളിക്കരുത്. മനസ്സിലായില്ല? ഇവിടുത്തെ സംസ്കാരത്തിലൊക്കെ ചേർന്ന് അണ്ണാന്നോ ചേട്ടാന്നോ അച്ചായെന്നോ എന്തെങ്കിലും വിളിച്ചോ, പക്ഷെ പേര് മാത്രം വിളിക്കരുത്. ബഹുമാനത്തോടെ മറ്റുള്ളവരോട് പറയുക. വെളിച്ച് വളർന്ന സാഹചര്യം ദേവിദാസൻ പറഞ്ഞല്ലോ. ആ സാഹചര്യമൊക്കെ വെച്ച് മാന്യമായ നിലയിൽ ബഹുമാനിക്കണം എന്ന് വായിച്ച സങ്കീർത്തനം ഭർത്താവിനെ രാജാവായിട്ടും ഭാര്യയെ രാജ്ഞിയുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നീ എത്ര രാജ്ഞിയാണെങ്കിലും ഇവനെ നമസ്കരിച്ചു കൊള്ളണമെന്ന വാക്യം എന്ന് പറഞ്ഞ് തലേ കയറ്റി വെച്ച് തൊട്ട് തൊടണമെന്നല്ല, ബഹുമാനിക്കണം. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, അവൻ നിന്റെ നാഥനല്ലോ. അതുപോലെ തന്നെ ചാരി ഓർക്കണം, സൈഡിൽ നിൽക്കുകയാ. തലയിൽ നല്ല എടുത്തത് കേട്ടോ, തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. കാലിൽ നിന്നല്ല എടുത്തത്, ചവിട്ടി തയ്ക്കാനും പോകണ്ട, സൈഡിൽ നിന്നാണ് എടുത്തത്. കരുതി സ്നേഹത്തോടെ കൊണ്ടുപോകണം. അങ്ങനെ പോകുമ്പോൾ ഭാരം വരും. പക്ഷെ വചനം ഓർക്കണം, 6-ാമത്തെ വാക്യം: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിങ്ങളുടെ ജീവിതം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരും. സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ പറയുവാൻ ഇഷ്ടം പോലെയുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതം കിടക്കുകയല്ലേ മുൻപോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹമില്ല. ശാലുവിനെ വളർത്തിക്കൊണ്ടുവന്നൊരു അപ്പനുണ്ട്. ഇപ്പൊ 2 അപ്പനും 2 അമ്മമാരുമായി 2 പേർക്ക്. ഒരപ്പനെ നോക്കിയാൽ മതിയായിരുന്നു, ഒരമ്മയെ നോക്കിയാൽ മതിയായിരുന്നു. 2 പേര് ഓർക്കണം, നിന്റെ വീട് എൻ്റെ വീടല്ല. അങ്ങനെ പറയരുത്, നമ്മുടെ വീട്, 2 വീടുകൾ. അതുകൊണ്ട് അതിൻ്റെതായ കൃപയോടെ ജീവിപ്പാൻ, മാന്യതയോടെ ജീവിപ്പാൻ, ദൈവനാമം മഹത്വം എടുക്കുന്ന ജീവിതമാകട്ടെ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ബാംഗ്ലൂരിലുള്ളതായ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ നാമത്തിൽ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും നാമത്തിൽ, എൻ്റെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും നാമത്തിൽ
എല്ലാവിധമായിരിക്കുന്ന ആശംസകൾ അറിയിക്കുകയാണ്. സർവകൃപാലയവും നിങ്ങൾ എനിക്ക് മറക്കരുത്, ഒരു നാളും കൈവിടാത്ത ദൈവം. യെസ്, ആ കർത്താവിനോട് ജീവിക്കാൻ സഹായിക്കട്ടെ. സമയാനുസരിച്ച് ദൈവദാസം